ഹായ്. ടെക്നിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയില്ല ലൈവ്. ഹായ്. ടെക്നിക്കൽ പ്രശ്നം ആയതുകൊണ്ടാണ് പെട്ടെന്ന് നിന്നുപോയ ലൈവ്. ഓക്കെ. അപ്പം ജാനകിയുടെ അബിയുടെ വീട് 280 എപ്പിസോഡിൻ്റെ നിറവിൽ. അപ്പം ഞാനിപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാവരും എന്ന് പറയുന്ന അവരവരുടെ റോൾ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പുറത്തുനിന്ന് നമുക്ക് നല്ലൊരു റിവ്യൂ ആണ് പ്രേക്ഷകർ തരുന്നത്. അപ്പം നമ്മുടെ യുവച്ചേട്ടൻ ലൈവിൽ വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ യുവച്ചേട്ടൻ്റെ യാത്രയിലും ഒക്കെ ആയതുകൊണ്ട് ചേട്ടനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. യുവ എന്ന് പറയുന്ന അഭിറാം. ഓക്കെ, അഭിറാം. അപ്പം അഭിറാം ആയാലും നമ്മുടെ നിതുൻ എന്ന് പറഞ്ഞ മറ്റേ ഇത് ചെയ്യുന്ന ക്യാരക്ടറല്ലേ, മറ്റേ കുറേ പേരുണ്ട്. പിന്നെ അപർണ, ആരതിയാണ് അപർണ ചെയ്യുന്നത്, റെനീഷ് ചെയ്യുന്ന നിരഞ്ജന ക്യാരക്ടർ, അങ്ങനെ ഓരോ ആൾക്കാരും, മായ ചേച്ചി, അമ്മയെ ചെയ്യുന്ന മായ ചേച്ചി ആയാലും, നമ്മളിപ്പോൾ എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്ന ഒരു ശൈല ചേച്ചിയാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മ ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട് അമ്മ മകൾ തന്നെ ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീൽ തരുന്നുണ്ട് നമുക്ക്. കാരണം എനിക്ക് തോന്നുന്നു ആ ചേച്ചി അതുപോലെ തന്നെയാണ് കേട്ടോ, അമ്മയായിട്ട് ചെയ്യുന്ന ശൈല ചേച്ചി. കാരണം ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യപ്പോൾ തന്നെ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു, ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തു. അപ്പം നമുക്കതൊരു ഫീൽ വരും. അമ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ തമ്പിയായിട്ട് ചെയ്യുന്ന ചേട്ടൻ, അപ്പോൾ അവരൊക്കെ അവരെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊക്കെയാണ് അവരുടെ വേറെ റോളുകൾ. ഇപ്പം നമ്മുടെ ഒരു അമ്മ ഇപ്പം കരുണാലയത്തിലേക്ക് പോയി, അതൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അവരുടെ എല്ലാ ആൾക്കാരുടെയും. പുറത്തുനിന്ന് അവർ റിവ്യൂ പറയുന്നത് ഭയങ്കര ഇമോഷണലായ ആ സംഭവം. രണ്ടമ്മമാരും കൂടെ ഉള്ള ഇപ്പോൾ കൂട്ടിമുട്ടുകയാണ്. അപ്പം അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുറേ പേര് ഹായ് മെസ്സേജ് അയക്കുന്നുണ്ട്, സിനി ഒക്കെ. പിന്നെ കുറേ കമൻസ്, ഇപ്പം ത്രില്ലിംഗ് ആയി പോകുന്ന സീരിയലാണെന്നൊക്കെ പറയുന്ന ഒരുപാട് സന്തോഷമുണ്ടോ. താങ്ക് യു. തേജാലക്ഷ്മി പറയുന്നത് സൂപ്പർ ആക്ടിങ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. അതേപോലെ ഇപ്പം സ്റ്റോറിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന സംഭവം നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ നായകനായ യുവചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ, ആ ചേട്ടനായാലും നമ്മൾ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ബോണ്ടിങ് ആയാലും അവരുടെ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് കൊടുക്കാൻ പറ്റുക. അവരുടെ ക്യാരക്ടർ ആയാലും അവരെല്ലാവരും ഈവൻ ഓരോ ക്യാരക്ടറിലും ഈ 250 എപ്പിസോഡിൻ്റെ ഒരു വിജയം എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ നിങ്ങളിലേക്ക് എത്തി അത്രത്തോളം അവർ അഭിനയിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ നല്ല ഭംഗിയായിട്ട് അവരവരുടെ കഥാപാത്രം ഭംഗിയാക്കുന്നുണ്ട്. ഇപ്പം റെനീഷിൻ്റെ നിരഞ്ജന ക്യാരക്ടറാണ് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ലെവലിൽ അവരുടെ കഥാപാത്രം ഒരു ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ റെനീഷാണ് അത്രയും ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുറേ പേര് സൂപ്പർ സീരിയലായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. സാന്ത്വന, താങ്ക് യു. അപ്പം അത് പിന്നെ നമ്മുടെ ലൊക്കേഷൻ വിശേഷം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു അടിപൊളിയാണ്. നമ്മൾ എല്ലാവരും ഭയങ്കര ഒരു കണക്റ്റാണ്. ഒരു ഫ്രണ്ട്ലി ആയിട്ടായാലും ഒരു ഫാമിലി ആയിട്ടായിരുന്നെങ്കിലും ലൊക്കേഷനിൽ നമ്മൾ ആ ഒരു ഫ്രീ ടൈം ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റുകൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് ഒരു എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ഫീൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ലൊക്കേഷൻ നമ്മളല്ലാത്ത സമയത്ത് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഒരു സ്ട്രെസ് ഇല്ല. നമുക്ക് സ്ട്രെസ്സായി ഇല്ലാതെ നമ്മൾ അഭിനയിക്കുക, ഒരു സെറ്റ് പോയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ആ ടീമിൻ്റെ ആണ് കേട്ടോ. നമ്മളെ ജാനകിയുടെ അബിയുടെ വീടിൻ്റെ ആ സീരിയലിൻ്റെ മൊത്തം ക്രൂ ആണെങ്കിൽ തന്നെ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഒരു ആത്മബന്ധം പോലെയാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാനും ലൊക്കേഷനിലേക്ക് പോകാന്ന് പറയുന്നതിന് ഭയങ്കര സന്തോഷമാണ്. ഇത്രാം തീയതി ഷൂട്ട് നടക്കുന്നൊക്കെ പറയുമ്പോൾ, ഷൂട്ടിങ് തുടങ്ങാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഒരു ഹാപ്പിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അതേപോലെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ആവും എന്ന് പറയുമ്പോൾ അതിൽ ഏറെ ഭാഗ്യം. ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും
പ്രൊഡക്ഷൻ എല്ലാവരും നമുക്ക് ഒരാളെ വന്നിട്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടീവാണ്. അപ്പം എല്ലാവരുമാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ എല്ലാവരുടെയും ഒരു ഇതുണ്ടെന്ന് പറയുന്നത് ചെയ്യാം. അതേപോലെ തന്നെ രേവതി സൂപ്പർ സീരിയൽ, താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു ചാനൽ നമ്മളെ, കാരണം ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർ തന്നെ നമ്മുടെ ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ സീരിയൽ ഈ ഒരു 10:30 കണ്ട് അവരതിനനുസരിച്ചുള്ള ഒരു അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കഥയാണ്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്നു ടൈം മാറ്റുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ എല്ലാവരും കണ്ടിരുന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പം അതിന് ഒരുപാട് സന്തോഷം. രേവതി പറഞ്ഞു ഞാൻ രക്ഷയുടെ ബിഗ് ഫാനാണ്. താങ്ക് യു. ആത്മിക ഒരു ഹായ് പറയുന്നു, ഒരു ഹായ് പറഞ്ഞു കേട്ടോ. ഹായ്. ഓക്കെ, താങ്ക് യു. കുറെ പേര് ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു. അതേപോലെ ഹായ്. ഒരാൾ ചോദിക്കും സനു ചേച്ചി അഭിയേട്ടനെ വേണ്ടേ? അഭിയേട്ടൻ ഒരു യാത്രയിലാണ്, അതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല. മാനസ ഒരു ഹായ് തരുമെന്ന് പറഞ്ഞ ഹായ് കേട്ടോ. കുറെ പേര് കുറെ ഹായ് പറയുന്നുണ്ട്. രാജേഷ് ഹലോ ഹായ്. ഓക്കെ, ഹായ്. രമ്യ പ്രപ്പു ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ജാനകിയായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, അതും നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് പേര് അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ മിസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജാനകിയായിട്ട് വന്നിരിക്കുന്നത്. ആത്മിക ചേച്ചി കാലിക്കറ്റ് ആണോ ചോദിക്കുന്നത്? കാലിക്കറ്റ് ആണ്. ഓക്കെ. ഉണ്ണിക്കുട്ടി ഹായ്. രക്ഷ ചേച്ചി പറയാം ഹായ്. സൂപ്പർ സീരിയൽ എന്ന് പറയും. താങ്ക് യു കേട്ടോ. അഹാന ഹായ് പറയുന്നുണ്ട്. കുറെ പേര് അബി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അബി ഒരു ഫാമിലി ഒരു അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പം അവിടെ ഈ റേഞ്ച് പ്രശ്നം അങ്ങനത്തെ പ്രശ്നം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. അഭിറാമി ഞാനും കൂടിയാണ് നിങ്ങളിലേക്ക് ലൈവ് വരാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ആൾക്ക് യാത്രയായതുകൊണ്ടാണ് പ്രശ്നം വന്നത്. എന്നാലും ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അടുത്ത് ആളുടെ സ്പെഷ്യൽ ഹായ് പറയണം, അവരോട് താങ്ക്സ് പറയണം. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഒരു സുമി അമ്മ മോളെ തിരിച്ചറിയൂ ഉടനെ. സുമി ചോദിക്കുന്നത് അമ്മ ഉടനെ തിരിച്ചറിയുമെന്ന്. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന എത്രയും പെട്ടെന്ന് അമ്മ മകളെ തിരിച്ചറിയണം. ആ ഒരു ഇത് അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് അറിയാം. എന്തായാലും വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അബി ചോദിക്കുക, അജിത് ചോദിക്കുക ഈ ഒരു സീരിയൽ ടൈം മാറ്റണം എന്ന് തോന്നുന്നു. സൂപ്പർ സീരിയലാണ്. താങ്ക് യു. അപ്പം നമുക്ക് നോക്കാം. ശ്രേമോൾ ചോദിക്കണ്ട ചേച്ചി ഹായ് തരും. ഹായ് കേട്ടോ. അപ്പം അമിത്ര ചോദിക്കുന്നു ചേച്ചി ഹായ് തരൂ. ഹായ്. ചേച്ചി ഹായ് പറയുന്നതൊക്കെ ചിന്നു. ഹായ്. സൂര്യച്ചു ഒരു ഹായ് പറയാമോ ചേച്ചി? ഹായ്. ഓക്കെ. സുഖമാണോ ചോദിക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഇനിയത്തെ അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അത് അടിപൊളിയായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്റ്റോറി ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 1 ലൈൻ അതാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്തപ്പോൾ തന്നെ എന്തായാലും ആൾക്കാർ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. സ്നേഹ സുജി ചേച്ചി എൻ്റെ മോനൊരു ഹായ്. ഓക്കെ. അപ്പം അത് തന്നെയാണ് ഞാൻ ഇന്ന് എനിക്ക് പെട്ടെന്ന് ഒരു റേഞ്ചിന്റെ പ്രശ്നം വന്നപ്പോൾ ലൈവ് പെട്ടെന്ന് ഇതായപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഞാനൊരു ഇതിലായിരുന്നു, നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ പറയണം, വിശേഷം പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പെട്ടെന്ന് സ്റ്റെക്ക് വന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും
അവരുടെ സ്നേഹവും സപ്പോർട്ടും നിങ്ങളെടുത്ത് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അവർക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് കിട്ടുന്ന പുറത്തുള്ള പ്രേക്ഷകർ വന്നിട്ട് അവരടുത്ത് ഇപ്പം നമ്മുടെ അപർണ ചെയ്യുന്ന ക്യാരക്ടറായാലും അവർക്കൊക്കെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യം തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ തോന്നി അങ്ങനെ തോന്നി എന്ന് പറയുന്നത്. അപ്പോൾ അവര് ഒരുപാട് സന്തോഷം. കാരണം അവരുടെ ക്യാരക്ടർ അത്രയും ഭംഗിയായി ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവരെങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഞാനൊരു ഇമോഷണൽ സീൻ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മൾ ഓരോ കഥാപാത്രം അവരവരുടെ അത് നന്നായി ചെയ്തുകൊണ്ട് അപ്പോൾ അവരൊക്കെ അത് ഇടയ്ക്ക് ലൊക്കേഷന് പറയാറുണ്ട്. നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ കമന്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നമ്മളെ ഓരോ കഥാപാത്രത്തിന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നല്ലതാണ്. അപ്പം എല്ലാവരും ആ ഒരു സന്തോഷം നമ്മൾ ലൊക്കേഷനിൽ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഞാൻ ഈ 250 എപ്പിസോഡിന്റെ സന്തോഷം പങ്കിടുമ്പോൾ ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരിലും ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം ജാനകിയുടെ അബിയുടെ വീട് ഇത്രയും ഭംഗിയാക്കുന്ന അവർക്ക് എല്ലാവർക്കുമാണ് ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എന്നാലേ നമ്മുടെ ഒരു ഇത് നന്നായിട്ട് പോകും, വിജയിക്കും. അതേപോലെ നിങ്ങൾ അതിനപ്പുറത്തേക്കൊരു സന്തോഷം താങ്ക്സ് പറയുന്നു. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ഒരു വിജയത്തിന്റെ പിന്നിൽ. അതുപോലെ 250 എപ്പിസോഡായി അതിൽ കൂടുതൽ എപ്പിസോഡ് പോകാനും അതുപോലെ ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും സ്നേഹവും തരണം. ഏഷ്യാനെറ്റിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30 PM ഇതുപോലെ മറക്കാതെ കാണണം. ഇനിയുള്ള എപ്പിസോഡൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയാലും അല്ലാതെ ആയാലും ഹാപ്പിനെസ് ആയാലും എല്ലാ കാര്യങ്ങളും മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. സുമി ചേച്ചി ചിരി സംസാരം സൂപ്പറായിലേക്ക് ചിരി എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് നിങ്ങളെ ലൈവിൽ എനിക്കൊന്ന് ലൈവ് സിംഗിളായിട്ട് ഞാൻ പഠിത്താണ് കുറച്ചായി ഞാൻ വന്നിട്ട് ഒറ്റയ്ക്ക് വരുന്ന ലൈവ് എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ ആകെ ഒരു എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, എങ്ങനെയാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ അറിയിക്കേണ്ടതെന്നുള്ളൊരു ഇതിൽ എല്ലാം കൂടെ ആയിട്ട് ഒരു ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേവു ചേച്ചി സാരി ലുക്കായിരുന്നു നല്ലത്. സാരി ലുക്കായിരുന്നു അല്ലേ. കുറെ പേര് അങ്ങനെയും പറയുന്നുണ്ട് സാരി ഇഷ്ടമാണെന്ന്. കുറെ പേര് പറയുന്നത് ചുരിദാറാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് എളുപ്പം സാരി ഉടുക്കുന്നതിനെക്കാട്ട് ചുരിദാർ കേട്ടോ. കാരണം പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറ്റുമല്ലോ. സാരി ആകുമ്പോൾ ഭയങ്കര കുറച്ച് പണിയാണ് ഉടുക്കാനൊക്കെ. ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ. അതാണ്. കുറെ പേര് ഹായ് പറയുന്നുണ്ട്. ഹായ് നൂറ ഹായ്, ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയാ, ഇനിയിപ്പം അപ്പം ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് കാലാവസ്ഥയൊക്കെ ഭയങ്കര മഴ ഇതൊക്കെയാണല്ലോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം. പിന്നെ കുറേ പേര് സൂപ്പർ വോയിസ് സൂപ്പർ എന്ന് പറയും. മീനു താങ്ക് യു. ഹായ് ചേച്ചി, ഹായ് ജിത്ത് ഹായ് പറയുന്നുണ്ട്. പൊന്നുമോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് നിഷാന. പൊന്നുവിനെ പറ്റി പറഞ്ഞില്ല കേട്ടോ. ഞാൻ എല്ലാം കൂടെ ആരാരും പറയുന്നല്ലേ, ഒരുപാട് പേര് പറയാനുള്ള മിസ് ചെയ്ത് കുറച്ച് പേരെ മിസ്സായിട്ടുണ്ട്. പൊന്നുവിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മോള് നമ്മുടെ പൊന്നുമോൾ ഭയങ്കര ഹൈലൈറ്റ് ആണ്. അവള് അടിപൊളിയായിട്ട് അഭിനയിക്കും. നമ്മുടെ സെറ്റിലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അവൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ടൈം പോകുന്ന അറിയില്ല. അവളെ കുസൃതികളും എന്ത് കളി കളിച്ചാലും ഷൂട്ടിന്റെ ടൈമിൽ അവള് കറക്റ്റായിട്ട് അവിടെ വന്ന് ചെയ്യും. അത് പെട്ടെന്ന് തന്നെ ടേക്കൊക്കെ ഓക്കെ ആക്കി അവളെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. അതിനപ്പുറത്ത് കുറുമ്പുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ എന്താ പറയാ, ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുത്തുന്നുള്ള ഒരു പോയിന്റ് അവളാണ്. നമുക്കൊക്കെ ഭയങ്കര ബോണ്ടിങ് ആണ് അവളായിട്ട്. അപ്പം അതേപോലെ അവൾക്കും ഞങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് രസമാണ് ലൊക്കേഷനിൽ. ദേവ പറ പ്ലീസ് ഹായ് തരുമോ. ഹായ് പോയി. ചേച്ചിയുടെ ക്യാരക്ടർ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ചില ആൾക്കാർ മെസ്സേജ് അയച്ച് അയ്യോ അത് പോയിട്ടോ മെസ്സേജ് അമൃത. താങ്ക് യു. ഓക്കെ. എന്താ ചില പേര് മെസ്സേജ് നോക്കാറില്ലേ. ഞാൻ ചില ടൈമിൽ മെസ്സേജ് വിട്ടു പോവാറുണ്ട്. അത് മനഃപൂർവ്വം നോക്കാതിരിക്കുന്നുണ്ടല്ലോ കേട്ടോ. പിന്നെ നാട്ടിൽ വരുമ്പോൾ സമയത്ത് ഫാമിലീൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനെ തിരക്കായതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ കാണുന്നുണ്ട് ചില സമയങ്ങളിൽ. ഞാൻ മാക്സിമം കാണുന്നതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. കുറേ ഹായ് പറയുന്നത്. അപ്പം
കുറെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ തന്നെ പറഞ്ഞു, കുറെ അമ്മമാരും കുറെ ആൾക്കാരും അങ്ങനെ നമ്മള് ഇപ്പൊ ജാനകി എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ജാനകി അപ്പു എന്ന് പറഞ്ഞു, പിന്നെ ജാനകി എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം അവര് അത് വെച്ചിട്ട് നമ്മള് ജാനകിയെ അത്രയും കാണാൻ ഒരു ഇരുന്നിട്ട് അവര് ജാനകി എന്ന കഥാപാത്രത്തെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് എവിടെ പോയാലും അത് ഇപ്പൊ ആ ഒരു കഥ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ അമ്മയും മകളും തമ്മിൽ എത്രയും പെട്ടെന്ന് അമ്മ മകളെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മൈക്കോസി ആരാധ്യ പറയുന്നു, വാട്ട് എ ചേഞ്ച് ഫീൽ അപ്പു ആൻഡ് ജാനകി. ജാനകി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, കുറച്ച് മെച്യൂർഡായിട്ട് എന്ത് കാര്യങ്ങൾ ആലോചിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തും ഒരു ഫാമിലി ആയാലും അതിലെ ചില പ്രശ്നങ്ങളൊക്കെ വരാം, അത് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് അതെങ്ങനെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണോ, ഫാമിലി എങ്ങനെ നിലനിർത്തണം എന്ന് നോക്കുന്ന ഒരു ക്യാരക്ടർ മെച്യൂർഡായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അപ്പു എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എടുത്തു ചാടി എന്ത് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നല്ലോ. അപ്പം അതിൽ നിന്ന് ജാനകി ഒരു മെച്യൂർഡായിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊരു ചേഞ്ച് വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ജാനകി ഒരു കഥാപാത്രം നമുക്കൊരു എപ്പോഴും ഒരു ചേഞ്ച് കൊടുക്കുന്ന നല്ലതല്ലേ ക്യാരക്ടറിന്. അപ്പം ഈ ഒരു ക്യാരക്ടർ ജാനകി എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ക്യാരക്ടർ വരുന്നത്. എല്ലാം സങ്കടമായാലും സന്തോഷം എല്ലാം വന്നിട്ട് ഭയങ്കര എക്സ്പ്രസീവ് അല്ലാതെ ഭയങ്കര അടക്കി പിടിച്ച് നല്ല രീതിയിലൊരു ഫാമിലിയെ കൊണ്ട് ഒരു മെച്യൂർഡായിട്ട് എല്ലാ കാര്യവും നോക്കി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജാനകി. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. രവിതി പറയുന്നു, ജാനകിയാണോ അപ്പുവാണോ രക്ഷയ്ക്ക് ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. കാരണം രണ്ടും ഞാനാ ചെയ്യുന്നത്. എനിക്ക് ഒരു ക്യാരക്ടറിനെ എപ്പോഴും ഒരേപോലെ ചെയ്യണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, നമ്മളിപ്പോൾ അപ്പു ചെയ്ത് അതേപോലെ തന്നെ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ താല്പര്യമില്ല. കാരണം ഒരു ക്യാരക്ടറിൽ ചെയ്ത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, അതിന്റെ മാക്സിമം നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടറിന് എങ്ങനെയാണ് വരേണ്ടത് ചെയ്തു. അപ്പൊ അടുത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേപോലെ അല്ലാത്ത ഒരു ചേഞ്ച് കൊടുത്തിട്ടുള്ള വേണം. അത് നമുക്കൊരു കണക്കിന് പഠിക്കാനും സുഖമാണ് ആ ക്യാരക്ടർ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാനകി എന്ന ക്യാരക്ടറിൽ എനിക്ക് എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ പെട്ടെന്ന് അതുമായിട്ട് ഒരു ക്യാരക്ടർ. കാരണം ആ ഒരു ക്യാരക്ടറിൽ അപ്പു ആ ഒരു സാന്ത്വനം മാത്രത്തിൽ അപ്പു കംപ്ലീറ്റ് ആയിട്ട് അപ്പു തന്നെ വേണം. അതിന് പകരം വെക്കാൻ വേറെ ഒന്നും പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് ഒരു സീരിയൽ വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ വേറെ ചേഞ്ച് വേണം. അപ്പൊ ജാനകിന്റെ ക്യാരക്ടർ ഇത് ഭയങ്കര ചേഞ്ച് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ റെഡി എന്ന് പറഞ്ഞത്. കാരണം എനിക്കിങ്ങനെ ചേഞ്ച് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം, ഒരേപോലത്തെ ക്യാരക്ടർ അല്ലാതെ എന്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ, ഈ പഠിക്കാനും വേണമല്ലോ അഭിനയം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ചേഞ്ച് വരുത്തിയിട്ട് ആ ക്യാരക്ടർ ആൾക്കാരിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അപ്പു വന്നിട്ട് കയറി വരരുത് ജാനകിയിൽ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിൽ രീതിയിലാണ് ചെയ്തത്. പക്ഷെ അത് പുറത്തുനിന്ന് ജാനകി കണ്ടിട്ട് അവർ പറയുകയോ ഇപ്പൊ ഭയങ്കര ഇതിങ്ങനെയായി, ഭയങ്കര ബോൾഡായി മെച്യൂർഡ് ആയിട്ടുണ്ട് ആ ഒരു കഥാപാത്രം, അങ്ങനെ പറയുമ്പോൾ അത് നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളേ. അപ്പം എനിക്ക് ചേഞ്ച് കൊടുക്കുന്ന ഇഷ്ടം. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, അപ്പു ഇഷ്ടമാണ്, ജാനകി ഇഷ്ടമാണ്. അപ്പുലും 100% ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഞാൻ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാനകിയാണല്ലോ. അപ്പൊ എനിക്ക് ജാനകി എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ പിന്നെ ഒരുപാട് വേറെ കുറെ ഹായ് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സന്തോഷം. എല്ലാവരും കാരണം നമ്മൾ ഓരോ ക്യാരക്ടർ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഞാൻ ഇന്ന പോലെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ. അതും കൂടെ പറയാം. ചില ആൾക്കാർക്ക് ഇന്ന ക്യാരക്ടർ ഇഷ്ടമാണെന്ന് അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർ നോക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ ആയിരിക്കും ഞാൻ നിൽക്കുന്ന ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ എന്തായാലും സന്തോഷം. കാരണം നമ്മളിപ്പോഴും അവരെല്ലാവരും അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവർ കറക്റ്റായിട്ട് അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മള് ജാനകി നമ്മളെ സ്ഥിരം പ്രേക്ഷകരാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. അപ്പം അതിനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങളത് സ്വീകരിച്ചല്ലോ. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മുടെ ഒരിക്കൽ കൂടെ പറയാണ്, നമ്മളെ ഇന്ന് 250ാമത്തെ എപ്പിസോഡിന്റെ നിറവിലാണ് ജാനകിയുടെയും അബിയുടെയും വീട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 PM
അപ്പോൾ ഇത്രയും ഈ ഒരു 250 എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നിങ്ങളെ സ്നേഹവും സപ്പോർട്ടുമാണ്. നമ്മുടെ സീരിയലിലെ ഓരോ ക്യാരക്ടറും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും, ആ സീരിയലിലെ കഥ നിങ്ങൾ ഇഷ്ടപ്പെട്ട് അതിന് ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കുന്നതിൽ അത്ര നന്ദിയാണ് ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർ നമുക്ക് തരുന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ജാനകിയുടെ അബീഡിന്റെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു ബിഗ് താങ്ക്സ് ആണ് എന്നിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വീണ്ടും ഇത് സപ്പോർട്ട് ചെയ്യണം, കാണണം. ഇതേപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കണം. എനിക്കറിയാം കാലാവസ്ഥേന്റെ പ്രശ്നം എന്തു ആയാലും നിങ്ങൾ മാക്സിമം അത് കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. അപ്പം ഇനി മുതലും നിങ്ങൾ മറക്കാതെ നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30 ജാനകിയുടെ അബിയുടെ വീട് കണ്ട് സ്നേഹവും സപ്പോർട്ട് ഇതുപോലെ ഞങ്ങൾക്ക് തരണം. അതുപോലെ 250 എപ്പിസോഡായി. ഇനി അടുത്ത ഒരു 300 എപ്പിസോഡിലും നിങ്ങളെ എനിക്ക് കാണാൻ പറ്റട്ടെ. എല്ലാവരും ഇതുപോലെ തന്നെ 300, 300 ഇങ്ങനെ ഓരോ എപ്പിസോഡിലും ഓരോരോ നമ്മുടെ ഒരു വിജയത്തിന്റെ ഓരോ ടൈമിലും നിങ്ങളിലൂടെയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് സ്നേഹവും തരുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ ബിഗ് താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി വരെ ജാനകിയുടെ അബിയുടെ വീട് രാത്രി 10:30. അപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ച് മെസ്സേജൊക്കെ മിസ്സായിട്ടോ. ഗുഡ് സീരിയൽ എന്ന് പറയുന്ന ഉണ്ണിക്കുട്ടൻ, താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ട് മിസ് ചെയ്ത ആൾക്കാരൊന്നും വിചാരിക്കരുത്. കാരണം കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചു വന്നു. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് വിട്ടുപോയി. പക്ഷെ എന്നാലും അതുകൊണ്ട് കുറച്ച് മെസ്സേജും വിട്ടുപോയി കേട്ടോ. എന്നാലും എല്ലാവരും ഇപ്പം ലൈവിൽ വന്ന് എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞ എല്ലാവർക്കും അതേപോലെ. കാരണം 4 o'clock വരാമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ടൈമിന് വരാൻ പറ്റിയില്ല. എന്നാലും ഈ ഒരു ടൈമിൽ നിങ്ങൾ വന്ന് നമ്മളെ ഇതിന് സ്നേഹം അറിയിച്ചല്ലോ, സന്തോഷം. അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങളായിട്ട് കറക്റ്റായിട്ട് നമുക്കെല്ലാം നെറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. 250 എപ്പിസോഡ് നിങ്ങൾ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷം. അപ്പം മറക്കാതെ കാണുക ഏഷ്യാനെറ്റ് ജാനകിയുടെ അബിയുടെ വീട് രാത്രി 10:30 തിങ്കൾ മുതൽ വെള്ളി വരെ. ഓക്കെ, ബൈ. Okay, love you all. Bye.